സോ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് കാർ ഫോർ സെയിൽ എന്ന ഗെയിമിലാണ്. പക്ഷെ ഇതിൻ്റെ തുടക്കമല്ല, കളി തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദിവസമായി, ഇങ്ങനെ 5-6 ദിവസമായിക്കണ്. ഇപ്പം എൻ്റെ അടുത്ത് അത്യാവശ്യം ക്യാഷും ഇതൊക്കെ ഉണ്ട്. ഇത് ബി എം ഡബ്ല്യു, പോർഷെ, നിസാൻ്റെ വേറൊരു വണ്ടി, പിന്നെ ഒരു ഉറൂസ് ഉണ്ട്, ലംബോർഗിനി ഉറൂസ്, പിന്നെ ഡോഡ്ജ് ചാർജർ, പിന്നെ മിനി കൂപ്പർ ഒരു വണ്ടി. ഗൈസ്, ഇതാണ് എൻ്റെ വീട്. ഗൈസ്, എൻ്റെ വീടാണ്. ഇതൊരു സിറ്റിയാണ്. ഇവിടെ നമ്മളൊരു ഷോറൂം ഉണ്ടാവും. നമ്മൾ ആ ഷോറൂം നടത്തി നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവില്ല. ഷോറൂം ഒരു ലോക്കൽ ഷോറൂമേക്കാം. പിന്നെ നമ്മളൊരു പൈസ ഉണ്ടാക്കി ഏകദേശം 1 CR ആകുമ്പോഴാണ് നമുക്ക് ഷോറൂം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക. 10 ലാഖിൻ്റെ ഷോറൂം ഉണ്ടാവും. ഞാൻ അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഷോറൂമാണ് ആക്കിയത്, 1 CRൻ്റെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഷോറൂമൊക്കെ ഒന്ന് പോയൊക്കെ. ഞാൻ മറ്റേ വണ്ടിയാണ് എടുത്തുക്കണത്. ഈ വണ്ടീൻ്റെ സൗണ്ട് കിട്ടില്ല ഗൈസ്. ഞാൻ ഈ വണ്ടീൻ്റെ പേര് മിസ്തുബിഷി ലാൻസറാണ് ഇതിൻ്റെ പേര്. പക്ഷെ വണ്ടീൻ്റെ പേര് എനിക്ക് എന്താ അറിയില്ല. പിന്നെ ഗൈസ്, ഒരു റിപ്പയറിങ്. ഈ ഗെയിമിൽ മെയിനായിട്ട് നമ്മൾ ഓരോ വണ്ടികളും എടുക്കുക, എന്നിട്ട് അതിങ്ങനെ റിപ്പയർ ചെയ്ത് വണ്ടി വിൽക്കുക. മീൻസ് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ലാഭമാണ്. എന്നിട്ട് അങ്ങനെ നമ്മൾ വീട് വാങ്ങുക. ഇതാണ് ഗൈസ് എൻ്റെ ഷോറൂം. ടി ഗാരേജ് എന്നാണ് പേര്. ടി ഗാരേജ് കാർ ഫോർ സെയിലാണ്. പിന്നെ അത് ഇങ്ങനൊന്നും ആയില്ലേനു. തുടങ്ങിയപ്പോൾ വെറും ഒരു ചെറിയൊരു ഷോറൂമായിരുന്നു. ഇപ്പോൾ ഒരു ബിഗ് ഷോറൂമാണ്. ബിഗ് മീൻസ് വലിയ ഷോറൂമാക്കി. ഇപ്പോൾ നമ്മുടെ അടുത്ത് വലിയ മറ്റേ വണ്ടികളൊക്കെ ഇങ്ങനെ കുടിഞ്ഞിടുമ്പോൾ ഇങ്ങനെ കറക്കാൻ പറ്റിയത് ഓഫീസ് എന്നുള്ള രീതിയിലാണ്. മറ്റേ നമ്മളൊരു ഓഫീസ് പുറത്ത് വണ്ടികൾ നിർത്തിയത്. പിന്നെ കഷ്ടി കൂടെ നമ്മൾ വണ്ടികളൊക്കെ കയറ്റുക. പിന്നെ ഇതാണ് നമ്മൾ ആ ഓഫീസ് നമ്മൾ ആപ്പിളിൻ്റെ ലാപ്ടോപ്പൊക്കെയാണ്. കമ്പ്യൂട്ടർ പോയി കമ്പ്യൂട്ടറിലാണ് നമ്മൾ വണ്ടി ആഡാക്കുക, പിന്നെ ഡെക്കറേഷൻ ചെയ്യുക, വണ്ടി ടോ ചെയ്യുക, വണ്ടി ഓഫായി എടുത്തത്, പെട്രോളൊക്കെ കഴിയും കഴിച്ച്. അതുതന്നെ നമ്മളെ മിസ്തുബിഷി ലാൻസർ നമുക്കൊന്ന് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി സിറ്റി ഒന്ന് ഇതാക്കി തരാം. വേണമെങ്കിൽ ലക്ഷറി കാർസ് പറഞ്ഞാൽ നമ്മൾ എത്തിരെ നിൽക്കുന്ന ഒരു ഷോറൂമുണ്ട്. ഓരോ ഷോറൂമൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ പ്രീമിയം കാർസ് 4 വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ വണ്ടി നമുക്ക് വാങ്ങാം. നമ്മൾ ഒന്ന് വാങ്ങിയ വണ്ടി ഇവിടെ വന്ന് കൊടുന്ന് നിർത്തി സെല് ചെയ്താലും നമുക്ക് പ്രോഫിറ്റിന് വിൽക്കാം. പക്ഷെ അവിടുത്തെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു RCR ഒരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും എനിക്ക് പ്രയാസമായി തോന്നിയതാണ് ഈ വണ്ടിമ ഡേർട്ട് ആവും. വണ്ടിമ ചളിയായാൽ പിന്നെ നമ്മളെ ഇതാക്കേണ്ടി വരും. അങ്ങനെ ഒന്നെടുക്കുമ്പോഴത്തേന് ശരി. പക്ഷേ പിന്നെ ഗൈസ്, ഇതെന്താ സംഭവിച്ചാൽ ഇതാണ് നമ്മളെ വണ്ടികളൊക്കെ സ്റ്റോർ ചെയ്യണ സ്ഥലം. നമ്മൾ ഈ വണ്ടികളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഷോറൂമിക്ക് നീക്കുക. ഇവിടെ പലതരം വണ്ടികളും ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ BM, റൊണോൾട്ടിൻ്റെ വണ്ടികൾ, പിന്നെ BMW തന്നെ ഉണ്ട്. 2 BMW ഉണ്ട്. പിന്നെ ഓടി നിസാൻ്റെ വണ്ടി ഉണ്ട്, ഉണ്ട്, ഓടി TT ഉണ്ട്. അങ്ങനെ കുറേ വണ്ടികളുണ്ട്, വാനുണ്ട്, പലതരം വണ്ടികൾ. ഇതൊക്കെ നമുക്ക് വിൽക്കാനുള്ളതാണ്. ഞാൻ പിന്നെ ഒന്നും ബ്രേക്ക് എടുത്തുങ്ങാണ്. കുറച്ച് പൈസ ആയപ്പോൾ പിന്നെ ബ്രേക്ക് എടുത്തു. പിന്നെ മറ്റേത് ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുമ്പോൾ എംപ്ലോയീസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ നിൽക്കണം, നമ്മളെ സെല്ലാണ്. പിന്നെ ഇതിൽ കൂടെയാണ് വണ്ടി കയറ്റുക. നമ്മളിവിടെ ഇങ്ങനെ ഓരോ വണ്ടി സെല്ല് കമ്പ്യൂട്ടറിൽ പോവുക, ആഡ് ഫോർ സെയിൽ നിൽക്കുക, അപ്പോൾ ശരിയാക്കാം. പിന്നെ ഗൈസ്, നമുക്ക് ഇവിടേക്ക് പോയേക്കാം. ലക്ഷറി കാർസ് പറഞ്ഞ ഒരു ഇതുണ്ട്. ഈ ഗെയിമത്തെ ഒരു RC ഉണ്ട്. അതിങ്ങനെ നമ്മൾ എന്ത് മിഷൻ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോഴൊക്കെയാണ് കിട്ടുക. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഗൈസ്. ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ വണ്ടി എടുത്താൽ എക്സ്ട്രാ പ്രോഫിറ്റ് ചെയ്യാം. പക്ഷേ ഈ RC ഉണ്ടാക്കണേ ഭയങ്കര പണിയാണ്. അപ്പോൾ ഗൈസ്, ഈ ഇടയ്ക്ക് വരുന്ന ഈ സ്റ്റെക്ക് എന്താ സംഭവിച്ചാൽ സേവിങ് പ്ലേസ് വെയിറ്റ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അടിയിൽ കാണാം. അതെന്താ വെച്ചാൽ ഈ ഗെയിം സേവ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സേവ് ആവും. പിന്നെ ഈ ഗെയിമിൻ്റെ മെയിൻ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ആഡ് വരും. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞ ആകെ 4 വണ്ടിയുള്ളൂ. ഇവിടെ നിസാൻ്റെ ഇപ്പോൾ ഒരു സ്കൈ ലൈൻ കിടക്കുന്നുണ്ട്, BMWൻ്റെ ഒരു വണ്ടി, വേറെ നിസാൻ്റെ സ്കൈ ലൈൻ. ഇവിടെ നമുക്ക് ഷോറൂമിൽ എടുക്കുമ്പോൾ ഇഷ്ടമുള്ള കളറിലൊക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കാർ മാർക്കറ്റ് കാണിച്ചു തരാം.
ഇതൊക്കെ ഗൈസ് നിങ്ങൾക്ക് മേലെ നോക്കി കാണാം. ഇന്നിപ്പോൾ നമ്മൾ ഓഫീസ് ഓപ്പണാണ്, അതിൻ്റെ ഓപ്ഷൻ ഓപ്പണാണ്, ലക്ഷറി കാർസ് ഓപ്പണാണ്. അപ്പോൾ ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ ആയില്ല. ഇപ്പോൾ ടൈം 12:48. 11 മണിക്കാണ് ഓപ്ഷൻ തുടങ്ങിയത്. ഓപ്ഷൻ ഏകദേശം കഴിയാനായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് തിങ്കളാഴ്ച 50ാമത്തെ ദിവസം. ഇപ്പോൾ കഴിച്ച് ഞാൻ ഗെയിമൊക്കെ തുടങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞു. ഗെയിമത്തെ 50 ദിവസം. ഇപ്പോൾ കാർ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ അല്ല, കാരണം മേലെ കാണിക്കും ഓപ്പൺ ആണ്. എന്താണ് ലെഫ്റ്റ് കണ്ട പെട്രോൾ പമ്പ്. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തൊന്നും കാണിച്ചാൽ റൈറ്റിൽ കാണുന്നതാണ് നമ്മളെ വീട്. അപ്പോൾ കഴിച്ച് നമ്മൾ ഓപ്ഷന് ലെഫ്റ്റ് എടുത്ത് ഇവിടെ നിന്ന് കൂട്ടാൻ പോകണമെന്ന് തോന്നുന്നു. അയ്യല്ല, ഞാൻ മിക്ക സമയത്ത് ഈ റോഡ് നോക്കല്ല, ഓഫ് റോഡ് പോലെയാണ്. അപ്പോൾ ഗൈസ് ലെഫ്റ്റേക്കാണെന്ന് തോന്നണേ എൻ്റെ ഒരു ഓർമ്മയിൽ, കാരണം ഇതൊരു വലിയ സിറ്റിയാണ്, നമുക്ക് പെട്ടെന്ന് വയ്യായിരുന്നു. അതാ ഗൈസ് നമ്മളെ വണ്ടിയിൽ പെട്രോൾ കയറുന്നു. ഞാൻ നോക്കാൻ തോന്നും. പിന്നെ നമുക്ക് ഇങ്ങനെയും പെട്രോൾ ഇറക്കാം. എന്താ സാധാരണ പമ്പിൽ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയല്ലേ ഇറക്കാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ നിറച്ചു ഗൈസ്. അപ്പം ഇനി നമുക്ക് നേരെ എടുക്കുക. എന്താ ഓപ്ഷൻ്റെ അവിടേക്കടെ എത്തണില്ല. പറഞ്ഞിട്ട് ഈ പെട്രോളാണ് പെട്ടെന്ന് ഇതിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മൈലേജ് ഇങ്ങനെ കാണിക്കൂല, പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മൈലേജ് ഉള്ള വണ്ടികളും മൈലേജ് ഇല്ലാത്ത വണ്ടികളും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ കാർ ഓപ്ഷന് 11 മണിക്ക് ഓപ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ടൈം 2:17 ആയിക്കണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഇതന്നെ ഉള്ളു ഈ ഗെയിമിൽ. പക്ഷെ ഇതന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടും. ഇത്ര പൈസ. പിന്നെ അതൊക്കെ ഏകദേശം കഴിഞ്ഞു. വീടുകളൊക്കെ എടുത്തു. വീടെടുത്ത് പിന്നെ ആ പൈസ പിന്നെ അതൊക്കെ ഒന്ന് തുടങ്ങി. പിന്നെ ഷോറൂം ഇറക്കി, പിന്നെ പൈസ തുടങ്ങി. അങ്ങനെ വിറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 20 ലക്ഷമായപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. ഇനി ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പൈസ ഗൈസ് ബ്രേക്ക് കിട്ടിയില്ല. പിന്നെ ഈ ഗെയിമിൽ ആകെ ഒരു നല്ലൊരു ഉപയോഗം എനിക്കെന്ത് തോന്നി, ഈ മരം ഗ്ലിച്ചാണ്. അപ്പോൾ നമുക്ക് വണ്ടി കുത്താൻ പോയാലും മരത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അപ്പോൾ ഗ്ലിച്ചായതുകൊണ്ട്, ഗ്ലിച്ച് മീൻസ് മരത്തുമ്മ തട്ടിയ വണ്ടിക്കൊന്നും പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിലെത്തിയിരുന്നു. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. വീട്ടിൽ സ്ഥലമല്ല, പിന്നെ ആകെയിലൊരു വീടേ ഉള്ളൂ. അതാണ് പ്രശ്നമല്ല. പിന്നെ പുറത്ത് നിർത്തിയിട്ടുണ്ട് വണ്ടി. ഇതൊക്കെയാണ് എൻ്റെ വണ്ടികളെ കാരണം. അങ്ങനെ ഓരോ ദിവസം ഓരോ വണ്ടികളായിട്ട് പോലെ. പിന്നെ നമ്മൾ ഈ വണ്ടി കുറച്ച് അവിടെ വരച്ചിട്ട് പിന്നെ ഇടക്കിടക്ക് സൈഡ് തട്ടണം. അങ്ങനെ വിഷയമല്ല. ഈ നമ്മളെ സ്പീഡിൽ ഒന്ന് തട്ടുമ്പോഴാണ് വണ്ടി നന്നാക്കേണ്ടി വരിക. വണ്ടി നന്നാക്കിയില്ലെങ്കിൽ വണ്ടീൻ്റെ സ്പീഡ് പോവും, വണ്ടി വിൽക്കുമ്പോൾ ഇതാക്കും. പിന്നെ ഓരോ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ നന്നാക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗൈസ് ലംബോർഗിനി ഉറൂസ്, ഇതാണ് ഇതിൻ്റെ ഒരു പോർച്ച് കാരണം. ഈ വണ്ടീൻ്റെ സൗണ്ടും അടിപൊളിയാണ്. നിർത്തിയിട്ടുള്ള സ്റ്റാർട്ടായി. ഇടയ്ക്ക് ചെറിയ അനങ്ങാത്തിന് നിനക്കും പ്രശ്നം ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പ്രശ്നമാണ്. ഞാൻ ഉപയോഗിക്കലില്ല. ഞാൻ ഇതിലാകെ 2-3 വണ്ടിയേ ഉപയോഗിക്കലുള്ളൂ. കാരണം ഇത്രയും വണ്ടി ഇപ്പോൾ നമുക്ക് എന്നും ഓരോ ദിവസം എടുത്തപ്പോൾ എടുക്കാം. പിന്നെ ഷോറൂമത്തെ വണ്ടിയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ. ഇതൊരു കിടിലൻ വണ്ടി. ഇതൊക്കെ ഒന്ന് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഓടിക്കേണ്ട വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. NSൻ്റെ ഇതൊക്കെയാണ്, സ്റ്റിക്കർ വർക്ക് ചെയ്ത വണ്ടിയാണ്. പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ വീഡിയോ. ഞാൻ കുറേ വട്ടം പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.